ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഇപ്പോൾ നമുക്കിന്ന് പള്ളിയിലും അമ്പലത്തിലും പോകാമെന്ന് പറഞ്ഞു. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഇൻട്രോ എടുക്കാൻ നമുക്ക് ടൈം ഉണ്ടായി. നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായി, കുർബാനക്ക് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായി. ഗൈസ്, നമ്മളിപ്പോൾ ബസ്സിലാണ്. ഞാൻ മാത്രമേ ഇരുന്നിട്ടുള്ളൂ, കാരണം ആൾക്കാരെന്നെ കാണുമ്പോൾ സീറ്റ് മാറി തരുക. ഗൈസ്, ഇവരെല്ലാം നിൽക്കുകയാണ്. ഞാൻ കാണിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് പള്ളിയിലാണ് പോകുന്നത്. അതിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് എത്തി. നമ്മൾ ലേറ്റായെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നേച്ചു, പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായില്ല. കറക്റ്റ് നമ്മൾ കുർബാന തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കറക്റ്റ് എത്തിയായിരുന്നു. പിന്നെ അവിടെ ചെന്ന് അധികം ക്ലിപ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അമ്പലത്തിൽ പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി ആൻഡ് ടെമ്പിൾ വിസിറ്റ് ആണ്. പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കുന്നത് ലേറ്റ് ആയിരുന്നു ഇറങ്ങിയപ്പോൾ, കുറച്ച് സമയം കിട്ടില്ല. കുർബാന സ്വീകരിച്ച് നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. 8 to 9 മണി വരെ ആയിരുന്നു കുർബാന. പിന്നെ നേരെ അമ്പലത്തിൽ പോവുക. പിന്നെ ഇനി അമ്പലത്തിൽ പോകണം. പേന വാങ്ങി പൂജിക്കണം. നമ്മൾ ഇന്നലെ പേന വാങ്ങാൻ വേണ്ടി വിചാരിച്ചു, മറന്നുപോയി, നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സോ നമ്മൾ പോകുന്ന വഴിക്ക് പേന വാങ്ങി നമ്മൾ ഇനി അമ്പലത്തിലാണ് പൂജിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പള്ളിയിൽ നമുക്ക് പൂജിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ നമുക്ക് മേടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ എക്സാമിന് എഴുതാൻ വേണ്ടി പേനയെല്ലാം വാങ്ങാൻ വേണ്ടി പോകും. ആ പേന വാങ്ങിയിട്ട് അത് എന്തിനാ തിരിച്ചു വെച്ചതെന്ന് ബിനോയ്ക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ആ തിരിച്ചു വെച്ച പേന അവിടെ വെച്ചിട്ട് ഫോൺ നോക്കിയത് അതെന്താ സംഭവം ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അതെന്താ നീ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. നമ്മൾ അമ്പലത്തിലെത്തി. പള്ളിയിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ അമ്പലം. അത്ര ഇല്ല നടക്കാം, കുറച്ചിങ്ങോട്ട് നടക്കാൻ വേണ്ടിയുള്ളൂ. അങ്ങനെ പള്ളിയിലേക്ക് കയറി ഞങ്ങളത് അമ്പലത്തിൽ കയറി. ഞങ്ങൾ എപ്പോൾ പള്ളിയിൽ പോയാലും ഞങ്ങൾ അമ്പലത്തിലും മുടങ്ങാതെ കയറാറുണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ, പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ജസ്റ്റ് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അയ്യപ്പൻ്റെ അമ്പലത്തിലാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരും പിന്നെ ശബരിമല പോകാനുള്ള ആൾക്കാരുടെ തിരക്കും. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു സദ്യ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം ഇതിനകത്ത് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചോറടുപ്പേലുണ്ട്. അപ്പോൾ ഫുൾ നമുക്കൊരു വൃശ്ചിക മാസത്തിൻ്റെ വൈബ് ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ തൊഴുതിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഒരു വീഡിയോ എടുക്കണം. അത് എടുക്കുകയോ ഇല്ലെന്ന് അറിയത്തില്ല, എന്തായാലും തീരുമെന്ന് അറിയില്ല. രാവിലെ ഇപ്പം വൃശ്ചിക മാസമാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പം അവൻ ഇനി നമ്മുടെ നാട്ടിലെ അവന് പോലെയല്ല. ഇപ്പോൾ ഇതിനകത്ത് മുളക് പൊടി, പിന്നെ ചെറിയ പഞ്ചസാര ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ചെറുപയർ പുഴുങ്ങിയത് ഇട്ടുണ്ട്. അത് കഴിച്ചിട്ടില്ല, നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ മധുരത്തിൽ എരിവായിട്ട് എടുത്തിരിക്കും, നമ്മുടെ നാട്ടിലെ ടേസ്റ്റേ അല്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ പാർസൽ എടുത്തിട്ടുണ്ട്. അതെ, അപ്പം അത് നമ്മൾ എടുത്ത് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാനാണ്. ചോറ് ഇവിടെ ഇല്ല, ചോറുണ്ട് ഇവിടെ ഉണ്ടായാലും നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോരുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോട്ടൺ ബസാർ എന്ന് പറയുന്ന ഒരു ഹോൾസെയിൽ പോലത്തെ സാധനമാണ്. അപ്പം നിങ്ങളെ ബാക്ക് ക്യാം ഇട്ട് കാണിക്കാം. അപ്പം ഞങ്ങൾ അവിടെ ചുമ്മാ ജസ്റ്റ് കയറി. നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം പഴയ ഐറ്റംസ് ഞങ്ങൾക്ക് തോന്നിയ എനിക്ക് നമ്മളാന്ന് തോന്നുന്നു, എന്തോ അറിയില്ല, ഷൂ എന്തോ നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ കയറിയിട്ട് അത് നമ്മൾ ഒരു റീൽ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലമില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ എന്താ അയ്യപ്പന്മാരുടെ തിരക്കാണ്, മീൻസ് വൃശ്ചിക മാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ കോട്ടൺ ബസാർ. ഗൈസ്, അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ആ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാ അവിടെ കയറാൻ പോവുക. അപ്പോഴത്തേ നമ്മൾ കടയിൽ കയറി.
ഹസ്ബൻഡ് മോതിരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഓള് ക്രോക്സ് നോക്കുവാണ്. ക്രോക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അനീന അവിടെ ഉണ്ട്. അനീന ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. ഗൈസ് നല്ല വലിയൊരു കടയാണ്. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ഗൈസ് അവളങ്ങനെ പലതും പറയും കേട്ടോ. ഗൈസ് അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി. നമുക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത്ര കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് പറ്റിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല വ്യത്യാസം. കുറേ പുതിയ പുതിയ കുഞ്ഞു മാലകൾ, നമുക്ക് വീട്ടിലിടാനുള്ള സാധനങ്ങളൊക്കെ കൊള്ളാം. വീട്ടിലിടുന്ന സാധനങ്ങളൊക്കെ കൊള്ളാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് സെക്ഷൻസ് ഒക്കെ ഡെയിലി യൂസ് ചെരുപ്പായിക്കോട്ടെ, ഇപ്പം ഉടുപ്പായിക്കോട്ടെ, അതൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. അങ്ങനെ അപ്പം ഇവള് കുറച്ച് വീട്ടിലിടാനുള്ള സാധനങ്ങൾ വാങ്ങി. ഇവര് മോതിരം അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു ക്രാബ്, പിന്നെ ഇത് കണ്ണനണ്ടിട്ട് ക്രോക്സ് വാങ്ങിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ അവിടെ മോറിൽ വന്നേക്കാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ബിനോയ് അപ്പോൾ നമുക്ക് സാധനങ്ങൾക്ക് പാനിപ്പൂരിയുടെ മിക്സ് ഒക്കെ നോക്കിയാൽ കൊള്ളാം. അത് നോക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ നമുക്കൊരു മിക്സറിൻ്റെ ഒരു വലിയ പാക്ക് വാങ്ങാനുണ്ട്. ഇപ്പോൾ ആലു ഭുജിയ. സോ അന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്ക് വാങ്ങണം. ഗൈസ് രസഗുള ഇരിക്കുന്നു. മിന്നുവിനോട് നമുക്ക് രസഗുളയുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അവൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തൊരു സാധനമായിരുന്നു കേട്ടോ. അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതൊരു പാക്ക് നമുക്ക് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു പാക്കായിരുന്നു. സോ ഫ്ലോപ്പായി. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. ഗൈസ് കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ഭയങ്കര പൈസ നമ്മളൊന്നും വാങ്ങുകയല്ല. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മോറിലാണ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും എവിടെ പോകും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ നടക്കുക. നമ്മൾ നല്ല അച്ചടക്കമുള്ള പിള്ളേരായിരുന്നു. നമ്മൾ ഒരു സൈഡിൽ നിന്ന് പയ്യെ പയ്യെ സാധനങ്ങളൊക്കെ തട്ടിപ്പറ്റി. ഇത് റിങ് കാണിച്ചു കൊടുക്കുന്നു. ഒഫീഷ്യലി എൻഗേജ്. നമ്മളങ്ങനെ പേ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പറ്റി കുറിച്ചുള്ള പേയാണ് അല്ല പേവാട്. ഗൈസ് നിങ്ങൾ ഞങ്ങളുടെ ചളികൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇവിടെ ആർക്കും ഞങ്ങൾ രണ്ടുപേരും ചളികൾക്ക് ഒരു വിലയില്ല. ഗൈസ് അവള് വാ തുറക്കുന്നത് ഈ വാഴ വാ തുറക്കുന്നുണ്ട്. പിന്നെ ഒന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ, പിന്നെ ഉറക്കത്തിലിടയ്ക്ക് വാ തുറന്ന് കിടക്കും. അനീന ജോളി നമ്മൾ അടുത്ത എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞ് നീ തന്നെ പറയണം എവിടെ പോകുന്നത്, എന്തിനാ പോകുന്നത്? അവൾക്ക് ഭയങ്കര ഗൈസ് ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ വിട്ടുപോയി. ക്യാമറ ഓൺ അല്ലായിരുന്നു. ഗൈസ് ഇവരുടെ തലയിലെ ബാക്കിലെല്ലാം ഫുള്ള് മഞ്ഞപ്പൂവാണ്. അതെ. സോ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞപ്പൂ വെച്ച് നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാം. ഗൈസ് അവരെന്ത് സ്പീഡിലാ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അനാഥപ്രദങ്ങളെ പോലെ നടക്കണം. നമ്മളൊരു മൈൻഡ് അവർ പോയി അവിടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മളിങ്ങനെ വീണ്ടും രണ്ടാമത്തെ സ്ഥലം എത്തുമ്പോൾ നമ്മൾ നോക്കും പുറയിലുണ്ടോ. അത് അതിനിടയ്ക്ക് ആരും നമ്മൾ തട്ടിക്കൊണ്ട് പോയാലും നോ ഇഷ്യൂ. അതെ അതെ, എന്തോ ആവശ്യം നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റോ ഗൈസ് ഇപ്പോഴാണ് അവർ നമ്മളെന്ന് നോക്കുന്നത്. കണ്ടോ, ഇപ്പോഴാണ് അവർ നമ്മളെ നോക്കുന്നത്. ഗൈസ് അപ്പം നമ്മൾ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പോകണം. പിന്നെ വാ കഴിക്കത്തില്ലേ? കണ്ട സൂപ്പർ മാർക്കറ്റ് അല്ല നമ്മൾ കയറി ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നെ അവിടെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. പുതിയതാണോ ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. പെട്ടെന്ന് കണ്ടപ്പോൾ കയറി. സ്വീറ്റ്സുകളിൽ വന്നു. അതെ, ഓളുടെ ക്രേവിങ്സ് ആയ മസാല നുറുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഐറ്റംസ് ആണ് ഈ കളറിൽ എരിവുള്ളല്ലേ. കിട്ടിയോ? ഫൈനലി ഷി ഫൗണ്ട് ഇറ്റ്. ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു റീൽസ് എടുക്കാൻ വേണ്ടി വന്നേക്കുക. അതെ ഗൈസ്, മിന്നൂസിന്റെ പാവം നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റിയായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാ ജേംസ് ആണോ? അതെ, എല്ലാവരുടെ ഔട്ട്ഫിറ്റ് ചെക്ക്.
OTP എന്നൊക്കെ മറ്റേ OTD ഗൈസ്. അതിൻ്റെ ടൈമിലൊക്കെ ഗൈസ് അപ്പം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ റീൽസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ദിവസം നമ്മളിവിടെ ക്യാൻറ്റീനിൽ നിന്ന് മസാല ദോശ കഴിക്കാനുള്ള ഒരു മോഹത്തിലാണ് വന്നത്. പക്ഷെ നമ്മൾ 11 മണിയായപ്പോട്ടോ നമ്മളിവിടെ എത്തിയത്. സോ അതില്ലായിരുന്നു, വിശക്കും എന്നിട്ട് പിന്നെ പയറ് പൊതിഞ്ഞെടുത്തോണ്ട് ഉച്ചയ്ക്ക് കൂട്ടാം. സോ നമ്മൾ തിരിച്ചു പോവാണ്, വെയിറ്റ് ആക്കുന്നില്ല, കാരണം നമുക്ക് എക്സാം ആണ്. സോ വി ഹാവ് ടു ബി സീരിയസ്. ഓക്കെ ബൈ ഗൈസ്. അപ്പം നമുക്ക് ഹോസ്റ്റലിൽ എത്തിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ ഹോസ്റ്റലിലെത്തി. ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് മടുത്തുപോയി ഗൈസ്. ബാക്കി 2 ഡ്രസ്സ് മാറുക. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.